കാലത്തെ പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും വിശപ്പടക്കാനുള്ള ഉപാധിയായിരുന്നു പഴങ്കഞ്ഞി. പിന്നെ കാലഘട്ടം മാറിയപ്പം പഴങ്കഞ്ഞി നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായി തന്നെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നു. അതോടൊപ്പം തന്നെ ഇപ്പം മെഡിക്കൽ സയൻസിൻ്റെ ഒരു തിയറി പ്രകാരം പറയുന്നു പഴങ്കഞ്ഞി ഏറ്റവും നല്ല പോഷകങ്ങളടങ്ങിയ ഭക്ഷണപദാർത്ഥമാണ്. ഹൃദയരോഗം അതുപോലെ തന്നെ ഉദരരോഗം വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം തന്നെ പ്രതിവിധിയാണ് പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ട് ലഭിക്കുന്നതെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ സയൻസ് റിപ്പോർട്ടും. ഈ പഴങ്കഞ്ഞി ആൾ പഴഞ്ചനല്ല, പഴങ്കഞ്ഞി ആൾ പൊളിയാണ് മക്കളെ, പൊളിയാണ്. അപ്പോൾ എന്തായാലും സ്വർഗത്തിലെ പഴങ്കഞ്ഞിക്കടലിലെ കാഴ്ചകൾ കാണാം, വാ. സ്വർഗത്തിലെ പഴങ്കഞ്ഞി, ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. മകൻ അമ്മയുടെ ഫുഡിന് അഡിക്റ്റാണ്. അപ്പം അങ്ങനെ അമ്മയുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സ്വർഗം കിട്ടുന്നൊരവസ്ഥയാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ പഴങ്കഞ്ഞി എന്നൊരു കട സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സർവീസിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു, പിന്നെ അത് പെട്ടെന്ന് ബ്രേക്കായി. പിന്നെ എന്താ കുറച്ച് നാൾ വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് ഫുഡിങ്. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് കടയുണ്ട്, തയ്യക്കട. പിന്നെ അത് നിർത്തിപ്പിച്ചിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം കഞ്ഞിക്കട തുടങ്ങുക ചെയ്ത്. ഇപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ട് അവിടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പി. ഇപ്പം പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിക്കും. അപ്പോൾ ഇവിടെ ഈ പരിസരത്തൊന്നും നല്ല ഒരു പഴങ്കഞ്ഞിക്കട, അതായത് നമ്മുടെ വീടിനടുത്ത് ലൊക്കാലിറ്റിക്ക് അടുത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് തുടങ്ങി നോക്കാമെന്ന് വരും. അമ്മയുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം. അപ്പോൾ ആ പേരിൽ പിന്നെ പേര് അന്വേഷിക്കാനൊന്നുമില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് പറയാനൊക്കെ ഒരു കളിയാക്കിപ്പെട്ടായിരുന്നു ഈ പേര് പറയാനായിട്ട്. പക്ഷെ പിന്നീട് അതെല്ലാവരും പറയാൻ നല്ല വെറൈറ്റി പേരാണല്ലോ. ഇതിപ്പോൾ പഴങ്കഞ്ഞി, തൈര്, കൂടെ കപ്പയുണ്ട്, അതിൻ്റെ കൂടെ സലാഡ് ഉണ്ട്. പിന്നെ അഡീഷണൽ വരുന്നത് ചമ്മന്തി, കരുവാട്, തൈര് മുളക്, പിന്നെ മീൻകറി, ചൂരക്കറി. ഈ മുളകിട്ട മീൻകറി വെച്ചാൽ കൊള്ളാമെന്നുള്ള മീൻ ഏതാണ്? അത് കറിക്ക് തലക്കറി. തലക്കറി ഉണ്ട്, തലക്കറി സെപ്പറേറ്റ് ആണ്. കപ്പയും തലക്കറി, വങ്കട. ഇത് നമ്മളിങ്ങനെ തന്നെ ചെറിയ തീയിലിട്ട് തന്നെ രാവിലെ അങ്ങനെ ചെയ്ത് എടുക്കുന്നു. മലയങ്കീഴ് മേപ്പൂക്കനാണ് നമ്മുടെ കട നിൽക്കുന്ന ലൊക്കേഷൻ കേട്ടോ. ഒരു കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കെറ്റിൽ കേട്ടോ. കഞ്ഞിവെള്ളം, ഇതേപോലെ ചൂടുവെള്ളം എത്ര വേണമെങ്കിൽ നമുക്ക് എടുത്ത് കുടിക്കാം. കൂടെ നല്ല ഉപ്പിട്ട മുളക്, നല്ല തേങ്ങ ചമ്മന്തിയും മീൻ പൊരിച്ചതും, അത് കരുവാട് ഉണക്കമീൻ കേട്ടോ. അതായത് നമ്മൾ മലബാറിൽ ഉണക്കമീൻ എന്ന് പറയും, ഇവിടെ കരുവാട് എന്ന് പറയും. പിന്നെ മുളകിട്ട മീൻകറി ഉണ്ട്, പിന്നെ ഉണക്കമുളകുണ്ട്, കപ്പയുണ്ട്, അച്ചാറുണ്ട്, സവാളയുണ്ട്, തൈരുണ്ട്. പഴങ്കഞ്ഞി ഞെമണ്ടി കഴിക്കാൻ പറ്റുന്ന സുഖം, ഒരു ഫീല്, അതൊരു വല്ലാത്തൊരു ഫീലാണ്. പഴങ്കഞ്ഞിക്കട രാവിലെ 10:30 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 7 മണി വരെ പഴങ്കഞ്ഞി കിട്ടിയിരിക്കുക. അടുത്തൊരു സ്ഥലത്തു നിന്ന് വീണ്ടും കാണാം. അപ്പോൾ പഴങ്കഞ്ഞി പഴഞ്ചനല്ല, പഴങ്കഞ്ഞി പുളിയാണ്. വിട്ടേക്കട്ടെ. ഓക്കെ, ബൈ.